സാധാരണ ഒരു വാഹനത്തിൻ്റെ മുൻവശത്തു നിന്നാണ് വീഡിയോ എടുത്ത് തുടങ്ങാറ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ പിന്നിൽ നിന്ന് തുടങ്ങാൻ കാരണം ഈ ഒരു ക്രോസ് ഓവർ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു ഡിസൈൻ ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂപ്പേ ഡിസൈൻസ്, അതും ഇലക്ട്രിക് വാഹനത്തിലായാലും ഐസ് എഞ്ചിനിലായാലും ഇപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിരിക്കുന്നത്. എന്തായാലും ഇത് കുറച്ച് നേരത്തെ വന്നു എന്ന് മാത്രമാണ് C40 ചെയ്ത ഒരു കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻഭാഗം XC40യുടെ അതേ ഡിസൈൻ തന്നെയാണ്. പക്ഷേ XC40 റീചാർജ് പോലെയല്ല. അതൊരു ഐസ് എഞ്ചിൻ വാഹനത്തെ അവർ ഇലക്ട്രിക് വാഹനമാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പ്യുവർ ഇലക്ട്രിക്കിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് CMA എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ എല്ലാവിധ സവിശേഷതകളും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഈ ഒരു കൂപ്പേ ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എയറോഡൈനാമിക്കിൻ്റെ ആ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് റോഡിൽ കൂടെ ഹൈ ത്രോട്ടിൽ നമ്മൾ വാഹനം ഓടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ. വശക്കാഴ്ചയിൽ കൂപ്പേ ഡിസൈനിൻ്റെ മനോഹാരിത നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒപ്പം തന്നെ 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്, 5 സ്പോക്കായിട്ട് വരുന്ന അലോയ് വീൽസാണ് ഈ വാഹനത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമുക്ക് വലിയൊരു ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ടയർ സൈസ് ഇത്രയും വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര വളരെയേറെ കംഫർട്ട് നമുക്ക് തരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം, വോൾവോയുടെ സിഗ്നേച്ചറായിട്ട് വരുന്ന ഈ ഒരു ടെയിൽ ലാമ്പ് ഇങ്ങനെ വളഞ്ഞു കയറി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. വീൽ നട്ടുകളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് കിറ്റ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. C40 റീചാർജ് എന്തുകൊണ്ട് നമ്മൾ സ്വന്തമാക്കണം, അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ തന്നെ നമുക്കെടുക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഒരു കൂപ്പേ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഈ ഡിസൈനാണ്. ഇത്തരത്തിലുള്ള ഈ മോഡലുള്ള വാഹനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വിലക്കെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം ലക്ഷറി സെഗ്മെൻറ്റിൽ പെടുന്നതാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വോൾവോ ഇന്ത്യയിലുടനീളം 1300-ലധികം വാഹനങ്ങൾ വിറ്റിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 200-ലധികം വാഹനങ്ങൾ വിറ്റേക്കുന്നത് നമ്മളുടെ കൊച്ചു കേരളത്തിലാണ്. അതായത് ഇന്ത്യ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോൾവോ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റിരിക്കുന്നത് നമ്മളുടെ കൊച്ചു കേരളത്തിലാണ് എന്ന് നമുക്ക് പറയാം. ബഹുഭൂരിപക്ഷം ഇലക്ട്രിക് വാഹനങ്ങളും ഒന്നുകിൽ ഐസ് എഞ്ചിനിൽ നിന്ന് കടം കൊണ്ടിട്ടായിരിക്കാം ഒരു ഇലക്ട്രിക് വാഹനമായി മാറുന്നത്. ഇപ്പോൾ നമ്മളുടെ XC40 റീചാർജ് നോക്കുകയാണെങ്കിലും XC40യുടെ ഐസ് എഞ്ചിൻ നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ അതിൽ നിന്നാണ് ഇലക്ട്രിക് വാഹനത്തിലേക്ക് അത് കൺവേർട്ട് ആയത്. പക്ഷേ C40 റീചാർജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. CMA എന്നൊരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം, അതായത് പ്യുവർ ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് C40 റീചാർജ് എന്നുള്ള ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. വിലയുടെ കാര്യം വരുമ്പോൾ C40 റീചാർജ് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 70 ലക്ഷം രൂപയെങ്കിലും നമ്മൾക്കാകും. അപ്പോൾ ഈ വാഹനത്തെ കോമ്പറ്റ് ചെയ്യുന്ന മറ്റു വാഹനങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഷോറൂം പ്രൈസ് തുടങ്ങുന്ന തന്നെ 75 ലക്ഷത്തിൽ നിന്ന് മുകളിലേക്കായിരിക്കും. അപ്പോൾ C40 റീചാർജ് എന്നുള്ളൊരു വാഹനം തിരഞ്ഞെടുക്കാനുള്ള വൺ ഓഫ് ദ ഒരു ഫാക്ടർ പ്രൈസ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്ഥല സൗകര്യത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻപിൽ നമുക്ക് ഫ്രണ്ട് സ്പേസ് ആയിട്ട് ഏകദേശം 35 മുതൽ 40 ലിറ്റർ വരെയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ബൂട്ട് സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 440 ലിറ്ററോളമാണ് ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുക. ഇത് തീർച്ചയായിട്ടും ഒരു വാഹനം വാങ്ങിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ്. കാരണം പ്രാക്ടിക്കാലിറ്റി നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബൂട്ട് സ്പേസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥല സൗകര്യങ്ങളും നമ്മൾക്ക് ഏറെയും വേണ്ടത് തന്നെയാണ് അല്ലേ. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ XC90യിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെയാണ് C40 റീചാർജിലും വോൾവോ നൽകിയിരിക്കുന്നത്. അഡാസിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ C40യിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അഡാസിൻ്റെ ലെവൽ 3 ആണ് കേട്ടോ. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും അതേപോലെ തന്നെ പെഡസ്ട്രിയൻസ് ആരെങ്കിലും മുൻപിൽ പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മൃഗങ്ങൾ മുൻപിൽ പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുകയും പുറകിൽ നിന്നുള്ള കൊളിഷനെയും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഡ്രൈവറെ അറിയിക്കുകയും ലൈൻ അസിസ്റ്റ് ചെയ്തു പോകാനുള്ള അങ്ങനെയുള്ള എല്ലാ അഡാസിൻ്റെ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വോൾവോ നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്തതും എങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദവുമായ കുറച്ച് കുഞ്ഞു കുഞ്ഞു സവിശേഷതകൾ കൂടെ ഈ വാഹനത്തിനകത്തുണ്ട്. അതേതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ദീർഘദൂര യാത്രകളിൽ നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മടുപ്പ് അനുഭവിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഇലക്ട്രിക്കലി തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റും ഡ്രൈവർ സീറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 6 വേ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലംബാർ സപ്പോർട്ട് അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തൈ സപ്പോർട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ തൈ സപ്പോർട്ട് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. അത് ഡ്രൈവറിലും അതേപോലെ തന്നെ ഡ്രൈവർ സീറ്റിലും നമ്മൾക്ക് ഈ ഒരു സൗകര്യം കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങ് നോർത്ത് സ്വീഡൻ അബ്സിഗോ മൗണ്ടൻ എന്ന മലനിരകളുടെ ഒരു ട്രോപ്പിക്കൽ ഡിസൈനുകൾ ഈ ഒരു വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്.
പൂർണ്ണമായും ലെതർ ഫ്രീ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ റീസൈക്കിളായ പ്ലാസ്റ്റിക് മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് പ്രകൃതിയോട് കൂടുതൽ ഇഴകിച്ചേർന്ന തരത്തിൽ തന്നെ അല്ലേ ആ ഒരു എന്താ പറയുക, ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങനെയാണല്ലോ, പ്രകൃതിക്ക് ഒരിക്കലും ഹാനികരമല്ലാത്ത തരത്തിലാണല്ലോ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും വോൾവോ ഇതിന് അങ്ങനെ ഒരു കാര്യം നൽകിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. ഗൂഗിളിൻ്റെ സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇതിനകത്തൊരു eSIM ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ യൂട്യൂബ് നമുക്ക് അതായത് വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൽ തന്നെ നമുക്ക് യൂട്യൂബ് പ്ലേ ചെയ്യാം. അത് ഇൻബിൽറ്റ് ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇത് വാഹനം സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന കണ്ടീഷനിലായിരിക്കും നമ്മൾക്ക് ഈ ഒരു കാര്യം പ്ലേ ചെയ്യാനൊക്കെ പറ്റുക. കാരണം വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും യൂട്യൂബോ മറ്റോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഹാർമൻ ഗാർഡൻ്റെ എന്താ പറയുക സ്പീക്കേഴ്സാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 600 വാട്ടിൻ്റെ ആണ് ഇതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. 13 ഹൈഫൈ സ്പീക്കേഴ്സ് കൂടാതെ എയർ വെന്റിലേറ്ററുള്ള സബ്വൂഫറും ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഡി-റാക്കിൻ്റെ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ട്യൂണിങ് ഹാർമൻ ഗാർഡൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് പോകുമ്പോൾ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിൻസീറ്റിലെ യാത്രക്കാർക്ക് വളരെയേറെ കംഫർട്ട് തരുന്ന തരത്തിലാണ് C40 റീചാർജിൻ്റെ ഉൾഭാഗത്തെ ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് ഇവിടുത്തെ സ്പേസ് തന്നെയാണ്. നമ്മുടെ ലെഗ് റൂം ആകട്ടെ, നീ റൂം ആകട്ടെ, ഇനി ഹെഡ് റൂം ആകട്ടെ, നല്ല സ്പേസ് ഉണ്ട്. എന്നെപ്പോലെ ഒരാളിരുന്ന് ഫ്രണ്ടിൽ എന്താ പറയുക ഡ്രൈവർ സീറ്റ് എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതേ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ഞാൻ പുറകിലിരുന്നാലും നല്ല എന്താ പറയുക സുഖപ്രദമായിട്ട് തന്നെ പുറകിലിരിക്കാനായിട്ട് നമ്മൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു പനോരമിക് സൺറൂഫ് ഇതിനകത്ത് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക നമുക്ക് കാഴ്ച കുറച്ചും കൂടെ ഈസിയാണ്. നല്ല രീതിയിൽ ലൈറ്റിങ് ഉള്ളിലേക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഒരിക്കലും നമ്മളൊരു ഇടുങ്ങിയ സ്ഥലത്തിരിക്കുന്ന ഒരു ഫീല് ഈ ഒരു വാഹനത്തിൻ്റെ പിൻസീറ്റിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 408 HP പവറും അതേപോലെ തന്നെ 670 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം നമ്മൾക്ക് തരുന്നത് കേട്ടോ. ടോപ്പ് സ്പീഡായിട്ട് പറയുന്നത് 180 കിലോമീറ്ററാണ്. ഇനി ഈ വാഹനത്തിൻ്റെ റേഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് 530 കിലോമീറ്ററെങ്കിലും മിനിമം ഈ വാഹനത്തിന് കിട്ടും. അതാണ് കമ്പനി പറയുകയും ചെയ്യുന്നത്. ARAI പോലുള്ള സർട്ടിഫിക്കേഷനൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 630ഒക്കെയാണ് കമ്പനി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ 530എങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് കിട്ടും എന്നുള്ള കാര്യം അവർ ഉറപ്പ് തരുന്നുണ്ട്. കാരണം അവരുടെ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും അവരോട് അത് പറയുന്നു എന്നാണ് അവർ സാക്ഷ്യപ്പെടുന്നത്. എന്തായാലും ഈ ഒരു റേഞ്ചിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ പാലക്കാടേക്ക് വന്നതാണ്. പാലക്കാട് വരെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കറങ്ങിയാണ് വന്നത്. ഏകദേശം 250 കിലോമീറ്റർ അധികം നമ്മൾ വാഹനം ഇന്ന് ഓടിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തപ്പോൾ ഏകദേശം 100 ബാറ്ററി പെർസെൻറ്റേജ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് 50% ആയിട്ടുണ്ട്. ഇനി 50% ഉണ്ട് തിരികെ കൊച്ചിയിലേക്ക് എത്താൻ. എന്തായാലും അത് 150 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കാരണം ഇനി അങ്ങോട്ട് അധികം ചുറ്റിയൊന്നും ഓടുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എത്താം. ഈ പറഞ്ഞ റേഞ്ച് എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ കണ്ട പ്രത്യേകതകൾ. ഈ വാഹനം വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പർ എടുക്കുക, വിളിക്കാം. നിങ്ങളുടെ ഡീലുകൾ ഉറപ്പാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വാഹനങ്ങളുടെ വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനലുകൾ ഫോളോ ചെയ്യുന്ന കാര്യവും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും മറക്കണ്ട. അപ്പോൾ ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ അമർത്തിക്കോ. അപ്പം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.